വചനം തിരുവചനം എന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് കൂട്ടുകൂടുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൂട്ടുകൂടുന്ന സ്നേഹം. ദൈവത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഇടമാണ് കുടുംബം. അങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ട ഒരു കുടുംബം ആണ് തിരുക്കുടുംബം. ദൈവത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും തിരുക്കുടുംബത്തിൽ വിരിഞ്ഞു. ഈശോയിലൂടെ, മാതാവിലൂടെ, വിശുദ്ധ ഔസേപ്പ് പിതാവിലൂടെ. അപ്പോൾ ഓരോ കുടുംബത്തിനും ദൈവത്തിൻ്റെ സ്വപ്നം വിരിച്ചെടുക്കാനുള്ള ഇടമാണൊരു കുടുംബം. സ്വന്തം സ്വപ്നം വിരിക്കാനുള്ളതല്ല, അപരൻ്റെ സ്വപ്നങ്ങൾ വിരിയാനുള്ളതല്ല, ദൈവത്തിൻ്റെ സ്വപ്നം വിരിയാനുള്ള ഇടമാണ് കുടുംബം. ഇന്നത്തെ കുടുംബത്തിൻ്റെ തുടർച്ചയും ഇതൊക്കെ തന്നെ ആയിരിക്കണം എന്ന് ഈശോ ഭാവന ചെയ്യുന്നത്. കുടുംബങ്ങൾക്കുള്ളൊരു കത്തിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു: കുടുംബമേ, നീ എന്തായിരിക്കുന്നുവോ അതായിത്തീരുക. ആയിത്തീരാൻ കുടുംബങ്ങളെല്ലാം ഒരായിത്തീരലിലേക്കുള്ള വിളിയാണ്. ആയിത്തീരണമെങ്കിൽ നമ്മൾ ആദ്യം അറിയണം. ആരെ അറിയണം? ദൈവത്തെ അറിയണം. ആദ്യം വചനത്തെ അറിയണം, സ്നേഹത്തെ അറിയണം, വിവാഹത്തെ അറിയണം. ജോൺ പോൾ മാർപ്പാപ്പ വീണ്ടും പറയുന്നു കുടുംബങ്ങൾക്കുള്ള കത്തിൽ, കുടുംബം ഒരു ഗാർഹിക സഭയാണ്, ജീവൻ്റെ ദാനവേദിയാണ് ഓരോ കുടുംബങ്ങളും. അതിന് കുടുംബത്തിന് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം കൂട്ടായ്മ സൃഷ്ടിക്കലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ ഓരോ കുടുംബത്തിലും സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലാകുക എന്നുള്ളതാണ് കുടുംബങ്ങളുടെ ദൗത്യം. അതിന് കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ചെയ്യേണ്ടത് സ്നേഹത്തെ കാത്തു സൂക്ഷിക്കണം. ഏത് സ്നേഹത്തെ? ദൈവസ്നേഹത്തെ കളയാതെ കാത്തു സൂക്ഷിക്കണം. കള്ളന് കൊടുക്കാതെ കാത്തു സൂക്ഷിക്കണം. കള്ളൻ കവർന്നെടുക്കാതെ കാത്തു സൂക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, സ്നേഹത്തെ പ്രകാശിപ്പിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓരോ വ്യക്തികളിലേക്കും ഈശോ പ്രകാശിപ്പിച്ചതുപോലെ, പരിശുദ്ധ അമ്മ പ്രകാശിപ്പിച്ചതുപോലെ, ഔസേപ്പ് പിതാവ് പ്രകാശിപ്പിച്ചതുപോലെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രകാശിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, സ്നേഹം പകരണം. സ്നേഹം പിടിച്ചു വയ്ക്കാനുള്ളതല്ല, പിശുക്കി വയ്ക്കാനുള്ളതല്ല. ഓരോ വ്യക്തികൾക്കും, കുടുംബത്തിലുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കണം. അത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരം കൊണ്ടും എല്ലാ കർമ്മം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും പകർന്നു കൊടുക്കണം. അപ്പോഴാണ് കുടുംബമായി മാറുക, അല്ലെങ്കിൽ തിരുക്കുടുംബമായി മാറുക. അതുകൊണ്ട് എഫെസോസുകാർക്ക് ഇത് ലേഖനം 21-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം, വിധേയരാകണം, ആദരിക്കണം. അത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കണം, വെറുതെ ആയിരിക്കരുത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കരുത്. ഇവിടെവരെ ഈ കുടുംബജീവിതം ഇങ്ങനെ കൂട്ടായ്മയിലാകാൻ വിവാഹത്തിലൂടെയാണ് ഒരു കുടുംബം തുടങ്ങുന്നതെങ്കിൽ വിവാഹത്തെ നമ്മൾ അറിയണം. വാഹം. വിവാഹം കഴിച്ചവർക്കറിയാവോ? ഒന്ന് ചിന്തിച്ചു നോക്കി. വിവാഹത്തിൻ്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ എന്താണ് അർത്ഥം വെക്കുന്നത് വിവാഹത്തിലൂടെ? വാഹം, വിശുദ്ധമായി വഹിക്കുക. ഈ വഹിക്കാൻ എനിക്ക് കിട്ടുന്ന വ്യക്തി ഒരു വിശുദ്ധനോ വിശുദ്ധയോ അല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കവും തുടർച്ചയും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആളല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല. കാരണം ഓർക്കണം, എപ്പോഴും ഈ വ്യക്തി എൻ്റെ കയ്യിൽ ദൈവം വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവസന്നിധിയിൽ വെച്ച് പിടിച്ചേൽപ്പിച്ചത് ഇതിനെ വഹിച്ച് ഞാൻ വിശുദ്ധമാക്കണം. അപ്പോൾ അതെൻ്റെ ത്യാഗം ഉണ്ടാവും, സഹനം ഉണ്ടാവും, സ്നേഹം കൊടുക്കണം, പരിഗണന കൊടുക്കണം, പ്രാർത്ഥന വേണം, പരിത്യാഗം വേണം. അങ്ങനെ ആഴമായ ബന്ധത്തിലേക്കാണ് വിവാഹം എന്ന വിശുദ്ധ വിളി കുടുംബങ്ങളെ ഓരോ ദിവസം ചെല്ലുന്തോറും അകലത്തിലേക്കല്ല, ആഴത്തിലേക്ക്. സ്നേഹമെന്ന ആഴത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള തിരുവചനമാണ് കുടുംബ ബന്ധങ്ങൾക്കുള്ള വിശുദ്ധ സ്നേഹത്തിൻ്റെ വിളി.
ഏറ്റവും വലിയ ബന്ധം ഭാര്യ ഭർത്തൃബന്ധമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നതും പറയുന്നതും അതുകൊണ്ടാണ്. കാരണം സ്ത്രീയും പുരുഷനും തുല്യങ്ങളാണ്. ഒന്നിക്കാനുള്ള വിളി, ഒന്നാകാനുള്ള, ജീവിച്ച് ഒന്നാകാനുള്ള വിളി. ഈ ഒന്നാകൽ ശരീരത്തിലല്ല, ശരീരത്തിൽ മാത്രമല്ല, ആത്മാവിലും ഹൃദയത്തിലും മനസ്സിലും ആശയത്തിലും ശരീരത്തിലും. ഇപ്പോഴാണ് ദൈവം ഉദ്ദേശിക്കുന്ന വിളിയിലേക്ക് വരിക. ഈ ഒന്നാകാൻ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വിളിക. ഇവരൊന്നാകുന്നത് പൂർണ്ണതയിലേക്ക് എത്താനാണ്. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ മഹനീയ പദ്ധതിയുടെ ഭാഗമാണ് വിവാഹം. അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് ദൈവം കണ്ടെത്തിയ ഒരു മഹനീയ പദ്ധതിയാണ് വിവാഹമെന്ന കൂദാശ, കുടുംബമെന്ന കൂട്ടായ്മ. ഈ പദ്ധതിയിലൂടെ വിവാഹത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ കടമ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരസ്പരം എത്തിക്കുക. അപ്പോൾ ആരും എത്തി നിൽക്കുന്നവരല്ല, എത്തിക്കണം. ഓരോ ദിവസവും സ്റ്റെപ്പ് കയറി 2ാം നിലയിൽ എത്തുന്നത് പോലെ തുടങ്ങിയ വിവാഹ ജീവിതത്തിൻ്റെ തുടർച്ച ഓരോ സ്റ്റെപ്പുകൾ. അത് സഹനമായിരിക്കാം, വേദനയായിരിക്കാം, സങ്കടമായിരിക്കാം, ഒരു പരാജയമായിരിക്കാം, തെറ്റിദ്ധാരണയായിരിക്കാം. ചിലരൊക്കെ ഇത് ഭംഗിയായി എത്തിക്കുന്നത് വളരെ മതിപ്പോടെ ഞാൻ അറിയാറുണ്ട്. കുടുംബ പ്രശ്നങ്ങളുമായിട്ട് അടുത്ത് വരുമ്പോൾ നിരന്തരം സംശയിക്കുന്ന ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും സംശയം, തുടങ്ങിയ സംശയം. അപ്പോൾ നോക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, എല്ലാ നേരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ശുദ്ധീകരണ സ്ഥലമാണ്. എങ്കിലും അത് സ്നേഹത്തിൽ, ബന്ധത്തിൽ തുടർന്ന് കൊണ്ടുപോകുന്ന ചില ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവിടെയൊക്കെ വിളിയുടെ ആഴത്തിലേക്ക് വളരെ മതിപ്പ് തോന്നുന്നവരോട് ആ സഹനം അവരെ ഓരോ ദിവസം എടുത്ത് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇതിനെ എത്തിക്കുക, സ്വയം എത്തുക. സന്തോഷത്തോടെ എടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. അസമയം പാതി വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ട്, അതൊന്നും തക്ക കാരണങ്ങളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് ഈ ബന്ധത്തിൻ്റെ ഈ പൂർണ്ണതയിലേക്ക് എത്താതെ പാതി വഴിയിൽ വിട്ടുപോകുന്നവരെയും കണ്ടിട്ടുണ്ട്. കുടുംബം പാതി വഴിയിൽ വിട്ടുപോകാനുള്ളതല്ല, പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന് പൂർണ്ണതയിലെത്താനുള്ള വിളിയാണ്. അതുകൊണ്ട് മത്തായി സുവിശേഷകൻ 5-ാം അധ്യായം 48-ാമത്തെ വചനത്തിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ, സംസർഗത്തിലൂടെ പരിപൂർണതയിലേക്ക് എത്തണം. ഭർത്താവ് ഭാര്യയുടെ സാന്നിധ്യത്തിലൂടെ, സന്തോഷത്തിലൂടെ, സഹവർത്തിത്തിലൂടെ പരിപൂർണതയിലേക്ക് എത്തണം. മക്കളും മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലൂടെ, മാതാപിതാക്കൾ മക്കളുടെ സാന്നിധ്യത്തിലൂടെ ഈ പൂർണ്ണതയിലേക്കുള്ള വിളി ജീവിച്ച് പൂർണ്ണരാകി തീരുക. അതിനുള്ള തടസ്സങ്ങൾ, ഈ പൂർണ്ണതയിലേക്ക് എത്താനുള്ള എല്ലാ തടസ്സങ്ങളും പ്രിയപ്പെട്ടവരെ എവിടെയുണ്ടോ, എങ്ങനെയുണ്ടോ അതെല്ലാം മാറ്റപ്പെടണം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം. എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതെറിയപ്പെടും. പിഴുതെറിയപ്പെടണം എന്ന് പറയുമ്പോൾ ദൈവം ഈ പൂർണ്ണതയിലേക്ക് സൃഷ്ടിച്ച ഭാര്യാഭർത്താക്കന്മാരിൽ കുടുംബത്തെ ഈ പൂർണ്ണതയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്ന എല്ലാവിധത്തിലുള്ള, അത് സുഖജീവിതമാകാം, ആസക്തികളാകാം, അടിമത്തകളാകാം, തിന്മകളാകാം, എന്തുമാകട്ടെ, ചെറുതോ വലുതോ ആകട്ടെ, അതെല്ലാം പിഴുതെറിയണം. പിഴുതെറിഞ്ഞേ മതിയാവൂ. എങ്ങനെ മാറ്റണമെന്ന് വിശുദ്ധ ലിഖിതം പറയുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനം. വചനം വെച്ചടിക്കണം. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ല. വചനം വെച്ചടിക്കണം. വചനമാകുന്ന തീയിടണം. വേണ്ടാത്തതെല്ലാം കത്തിപ്പോകണം. തിന്മകളെല്ലാം കത്തി നശിക്കണം. ആസക്തികളെല്ലാം ഈ അഗ്നിയിൽ എരിയണം. എന്നിട്ട് ഈ അപൂർണതയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ പ്രവൃത്തി വഴിയും പൂർണ്ണതയിലേക്ക് എത്തിക്കുക. ഇതാണ് ദമ്പതികളോടുള്ള ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കടമ, പ്രഥമവും പ്രധാനവുമായ കടമ. വീണ്ടും എങ്ങനെ ഇതുപോലുള്ള പൂർണ്ണതയിലേക്ക് തടസ്സങ്ങളെ എതിർക്കാമെന്ന് പറയുന്നുണ്ട്. ഹെബ്രായർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം.
ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ജീവൻ്റെ വചനം വെച്ച് പിഴുതെറിഞ്ഞ് മാറ്റിക്കളയണം. ഇരുതല വാളെന്ന് പറയുമ്പോൾ 2 വശം ഇറങ്ങുമ്പോൾ മുറിയും. തിന്മയായതിലേക്ക് ഇരുതല വാളാകുന്ന വചനം ഇറക്കണം, കുത്തി ഇറക്കണം, ഇവിടെ മുറിച്ച് കളയണം. കുറച്ച് വേദനയുണ്ടാവും. ഇഷ്ടാനിഷ്ടങ്ങൾ, സ്വാർത്ഥതകൾ, തിന്മകൾ മുറിക്കുമ്പോൾ വേദനയുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. ചില പെടയും പറ്റില്ല, സാധിക്കില്ല. എന്നിട്ട് കൂട്ടം വിട്ടതിനെ അല്ലെങ്കിൽ കൂട്ടം വിടാൻ സാധ്യതയുള്ളതിനെ കൂട്ടിച്ചേർക്കണ ഇടമാകണം കുടുംബം. ആല വിട്ടതിനെ അടുത്തിരുത്തുന്ന ഇടമാകണം കുടുംബം. ഒറ്റപ്പെട്ടതിനെ എടുത്ത് ഓമനിക്കുന്ന ഇടമാകണം കുടുംബം. ഇങ്ങനെ കുടുംബത്തിന് ദൈവത്തിനുള്ള സ്വപ്നം നിറവേറ്റുന്നവരായിരിക്കണം കുടുംബാംഗങ്ങളെല്ലാവരും. നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകണം, തേടിപ്പോയി തോളിലേറ്റണം, തോളിലേറ്റി തിരിച്ചു കൊണ്ടുവരണം. 3 കാര്യം ചെയ്യണം: തേടിപ്പോകണം, തോളിലേറ്റണം, തോളിലേറ്റി എടുത്ത് കൊണ്ടുവരണം, തിരിച്ചു വരണം. ഔസേപ്പിതാവും മാതാവും അങ്ങനെ ചെയ്തേ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 41 മുതലുള്ള തിരുവചനത്തിൽ യേശു നഷ്ടപ്പെട്ടു. അത് ദൈവത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതമാകാൻ വേണ്ടി നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ മക്കൾ നഷ്ടപ്പെടുന്നത്, നമ്മൾ നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതമായിട്ടാണോ സാത്താൻ്റെ കാര്യത്തിൽ വ്യാപൃതമായിട്ടാണോ? ദൈവത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതമായിട്ടാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? പലപ്പോഴും സാധിക്കില്ല. പക്ഷേ ഈ ദൈവത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതമായി ഇവർക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ തേടിപ്പോകുന്നു, തേടിപ്പോയി തിരിച്ചു കൊണ്ടുവരുന്നു. വീണ്ടും ഇവിടെയാണ് കുടുംബത്തിലെ കൂട്ടായ്മ. ദൈവപുത്രനായിരുന്നിട്ടും ദൈവത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതമായിരുന്നിട്ടും ഔസേപ്പിതാവും മാതാവും തേടി ചെല്ലുമ്പോൾ അവർക്ക് വിധേയപ്പെട്ട് തിരിച്ചു നസ്രത്തിലേക്ക് വന്ന് ജീവിക്കുന്ന ഉണ്ണീശോ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിലും ഒന്നനുസരിച്ചിട്ട് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 16 വരെയുള്ള തിരുവചനം അനുസരിച്ച്, എഫെസൂസുകാർക്ക് ലേഖനം 6 മുതൽ 1 തുടങ്ങി 1-2 വചനം അനുസരിച്ച് ദീർഘായുസ്സുണ്ടാകാൻ, ഐശ്വര്യം ഉണ്ടാകാൻ, അനുഗ്രഹം ഉണ്ടാകാൻ തിരിച്ചു വന്ന് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ? ഇന്ന് കുറച്ച് പ്രായമാകുമ്പോഴേക്കും മക്കളുടെ വിചാരം, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിവുണ്ട്, ഞാൻ ചോദിക്കുന്നതൊക്കെ തരണം, എൻ്റെ വഴിക്ക് വിടണം, എൻ്റെ ഇഷ്ടത്തിന് വിടണം. അതൊന്നുമല്ല ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, മക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്നത് അതൊക്കെ. കൂട്ടായ്മയിൽ ചേരാൻ ഈശോ ചെയ്തതുപോലെ ഒരു വിധേയത്വം, ഒരനുസരണം, ആ ആത്മീയത കുടുംബത്തിൽ തുടരാൻ നല്ല മക്കളും നമ്മൾ എല്ലാവരും പഠിക്കണം. അങ്ങനെ കൂട്ടം വിട്ടതിനെയും വചനപ്രകാരം ജീവിക്കുന്ന കുടുംബങ്ങളായി മാറ്റണം. അപ്പോഴേ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം വിരിയൂ. കുടുംബങ്ങളിൽ നിന്ന് അടർന്നു പോയിക്കൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ, അടർത്തി കളഞ്ഞുകൊണ്ടിരിക്കുക. ആട് ആല വിട്ടു പോയപ്പോൾ എന്താ ചെയ്തേ? തേടിപ്പോയി, തോളിലേറ്റി എടുത്തുകൊണ്ട് വന്നു, തിരിച്ചു കൊണ്ടുവന്നു. ലൂക്കായുടെ സുവിശേഷം 15. ഇവിടെ മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ലതാണ്. ആല വിട്ട് ഓടിപ്പോയ ആടിനെ എടുത്ത് തോളിലേറ്റി തിരിച്ചു കൊണ്ട് ആലയിൽ കൊണ്ടാക്കി. നമ്മളെ വിട്ട് അല്ലെങ്കിൽ കൂട്ടായ്മ വിട്ട് കുടുംബം വിട്ട് പോകുന്ന മക്കളെ ആശയത്തിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ അനുസരണത്തിലോ ഒക്കെ ഈ ആല വിട്ടു പോകുന്ന അനുഭവം നമുക്കുണ്ട്. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ പറയുന്നില്ല ആടിന് 4 അടി കൊടുത്തിട്ടല്ല കയറ്റുന്ന ആലയിലേക്ക്, അല്ലെങ്കിൽ ആടിനെ പോയതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ടല്ല കയറ്റുന്നത്. സ്നേഹപൂർവ്വം തോളിലെടുക്കുക. സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും വാക്കുകൾ ആല വിട്ടുപോയ, കുടുംബം വിട്ടുപോയ മക്കളെ കൂട്ടിച്ചേരാനുള്ള ഒരവസരമാക്കി മാറ്റണം. അന്വേഷണം, കണ്ടെത്തൽ, സാന്ത്വന വാക്ക്, സ്നേഹപൂർണമായ വാക്ക്, അനുകരിക്കാൻ പറ്റുന്ന ആത്മീയതയുടെ വാക്കുകളൊക്കെ പ്രിയപ്പെട്ടവരെ ഇതിനുപകരിക്കണം. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും ഒരു കുറവുള്ള വ്യക്തിയെ മാറ്റിക്കളയുക.
മാനസിക രോഗിയാണോ? ഒരു സ്ഥാപനത്തിൽ കൊണ്ടാകുക. നമ്മൾ 3-4 വ്യക്തികളുള്ള ആ കുടുംബത്തിൽ ഈ ഒരാളെ പോറ്റാൻ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ 100 കണക്കിനുള്ളവരുടെ കൂട്ടത്തിൽ അവരെങ്ങനെ 100-1 ഇതിനെ ശുശ്രൂഷിക്കും? അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇയാളെ ഒരു സ്ഥാപനത്തിൽ ആക്കി തരാമോ, എവിടെയെങ്കിലും ഒന്ന് ആക്കിത്തരാമോ എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ആ ബാധ്യത അങ്ങോട്ട് ഒഴിവാക്കി അവർക്ക് മാക്സിമം അത് മറന്ന് സുഖിക്കാൻ, സ്വതന്ത്രമായി നടക്കാൻ. എല്ലായിടത്തും പോകുമ്പോൾ ഇതിനെ കൊണ്ടുപോകുന്ന ഒരാക്ഷേപം, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും പുറത്തു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം തടയപ്പെടുന്നു, ഈ കുറവുള്ള മകൻ അല്ലെങ്കിൽ മകൾ. ഇവിടെ ഒരു നമ്മൾ ഓർക്കണം, ഈ കുറവിനെ കുറവായി തന്നെ അംഗീകരിച്ച് ചെയ്യുമ്പോഴേ കൂട്ടായ്മ, ദൈവത്തിൻ്റെ സ്വപ്നം നമ്മുടെ കുടുംബത്തിൽ വിരിയും. അതിനെ ഒഴിവാക്കിയിട്ട് എന്തു കാര്യം ചെയ്താലും കൂട്ടായ്മ ദൈവം ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് എത്തില്ല, ആയിത്തീരലിലേക്ക് എത്തില്ല. അതുകൊണ്ട് നമ്മുടെ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ അപ്പാടെ മാറ്റിയിട്ട് ഈ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനുള്ള സ്വപ്നം വിരഹിക്കുന്ന വ്യക്തികളാക്കി അമ്മ അപ്പൻ മക്കൾ മാറുമ്പോൾ ദൈവ സ്വപ്നം കാണുന്ന സ്വർഗത്തിലെ സ്വപ്നം ഭൂമിയിൽ വിരിയും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്കമാലിലായിരിക്കുമ്പോൾ NH-ൻ്റെ നടുവിൽ മീഡിയത്തിൽ ഒരു സ്ത്രീ ഒരു ചെറിയ ബ്ലൗസും ഒരടിപ്പാവാടിയും മാത്രമായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുക. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ റോഡ് മുറിഞ്ഞ് പോരുമ്പോൾ കണ്ടു. തിരിച്ച് കൊണ്ടുവന്ന സ്ഥാപനത്തിലോട്ട് കൊണ്ടുവന്നു. വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം അവിടെയൊക്കെ നിർത്തി സംസാരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ വന്നപ്പോൾ ഇതിന് ഓർമ്മ തിരിച്ചു കിട്ടി, നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഫുൾ അഡ്രസ്സ് പറഞ്ഞു. ഈ അഡ്രസ്സ് ഞാൻ എഴുതിയെടുത്തിട്ട് അവിടെ വീട് തേടിപ്പോയി. പ്രായമായ ഒരമ്മയുണ്ട്, ആങ്ങളയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഞാനിങ്ങനെ ആദ്യം ഒന്നും അറിയാത്തതുപോലെ പെങ്ങളെവിടെ എങ്ങനെയോ ചോദിച്ചു. അപ്പോൾ അവർക്ക് അറിയില്ലാത്ത രീതിയിൽ പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പെങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ആങ്ങളെ ഉണ്ടായില്ല വീട്ടിൽ, നാത്തൂനും പ്രായമായ അമ്മയും കുട്ടികൾ പഠിക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാത്തൂൻ എൻ്റെ അടുത്തുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നോ? അങ്ങനെ ഞാൻ കൊണ്ടാക്കിത്തരാം. എടുത്തു വയ്ക്കാൻ എന്നോട് അമ്മയ്ക്ക് പ്രായമായി, അമ്മയ്ക്ക് ഒരഭിപ്രായവും പറയാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. എടുത്തു വയ്ക്കാൻ എന്നോട് ആങ്ങളയുടെ ഭാര്യ പറഞ്ഞു, അങ്ങനെ ഒരു സാധനത്തിന് എനിക്ക് വേണ്ട, ഇവിടെ കൊണ്ടുവരണ്ട, എവിടെ വേണമെങ്കിലും കൊണ്ടുപോക്കോ. ഇതേ ശൈലിയിൽ അവർ പറഞ്ഞു. ഞങ്ങൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പതുക്കെ വേറൊരു സ്ഥാപനത്തിൽ കൊണ്ടാക്കി. പക്ഷെ അവർ നല്ല സ്വഭാവമുള്ള വ്യക്തിയായി മാറി. പിന്നെ ആ വീട് അവർ കണ്ടിട്ടില്ല, ആ വീട്ടിൽ കൊണ്ടുപോയിട്ടുമില്ല. എൻ്റെ അറിവ് അങ്ങനെയാണ്. കുറവുള്ളതിനെ കൂട്ടം വിട്ട് കളയുന്ന അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് ഒഴിവാക്കുന്ന അങ്ങനൊരു സ്വപ്നമില്ല ദൈവത്തിന്. കുറവുള്ളതിനെ കൂട്ടിച്ചേർക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 8 മുതൽ കാണാതെ നഷ്ടപ്പെട്ട നാണയത്തെ അടിച്ചു വാരി കൂട്ടി അന്വേഷിക്കുന്നു. അപ്പോൾ ഒത്തിരി പേര് ഇന്ന് വീടിനകത്ത് നഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ. പക്ഷെ അടിച്ചു വാരി അന്വേഷിക്കുന്നില്ല. പൊയ്ക്കോട്ടെ, പോണത് പൊയ്ക്കോട്ടെ. ആ ഭാരം കുറഞ്ഞു, ആ ജോലി കുറഞ്ഞു, എളുപ്പമായി. അതല്ല കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഗീതം. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ കുറച്ച് കുട്ടികളെ നോക്കുന്ന കുറച്ച് കാലയളവുണ്ടായി. അപ്പോൾ അവരെല്ലാം കുറച്ച് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരാണ്. പക്ഷെ മരുന്ന് കഴിച്ച് ഒരു കുട്ടി നല്ല മരുന്നൊക്കെ നിർത്താവുന്ന രീതിയിലായി. അവൾ നല്ല മിടുക്കിയായി. അവളുടെ വീട്ടിലോട്ട് ക്രിസ്മസ് അവധിക്ക് തിരിച്ചു പോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് അവർ വീട്ടിൽ നിർത്തി. 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ ആ കുട്ടിക്ക് മരുന്ന് കൊടുക്കുകയോ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു അന്വേഷണമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ആ കുട്ടി ആ മുറിയിൽ ബോധരഹിതമായി കിടക്കാനിടയായി. സിനിമയ്ക്കും സീരിയലിനും മാധ്യമങ്ങൾക്കും അവരുടെ മുറിയിൽ തന്നെ എല്ലാം ഉണ്ട്. അമേരിക്കക്കാരാ.
എല്ലാ സുഖ സൗകര്യങ്ങളും ഓരോ മുറിയിൽ വെച്ച് കൊടുത്തിരിക്കാം മക്കൾക്ക്. ഇന്ന് ചില മാതാപിതാക്കൾക്കൊരു ധാരണയുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കുന്നതാണ് മക്കളോടുള്ള സ്നേഹം. ഈ കുട്ടിയെ ആ മുറിയുടെ വാതിൽ വെട്ടിപ്പൊളിച്ചെടുത്തോണ്ട് വരേണ്ടി വന്നു. അവസാനം വേറൊരു വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പം മക്കളെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ആകാം. നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകാൻ മനസ്സില്ലാത്തവരുണ്ട്, നഷ്ടപ്പെട്ടതിനെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മനസ്സിലാത്തവരുണ്ട്. നേരെ തിരിച്ചാണ് നമുക്ക് വേണ്ടത്. ഈശോ ഭാവന ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവം സ്വപ്നം കാണുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന ഒരപ്പനെ പോലെ, ദൈവത്തിൻ്റെ സ്നേഹം ഒരമ്മയെപ്പോലെ താലോലിക്കുന്ന, ധൂർത്തപുത്രൻ തിരിച്ചു പോയി പന്നിക്കുഴി കിടന്ന് ചീഞ്ഞു നാറി അഴുക്ക് പുരട്ടി പാപത്തിൽ തിന്മയിൽ മുഴുകി തിരിച്ചു വരുമ്പോൾ കാത്തിരിക്കുന്ന ഒരപ്പൻ, കെട്ടിപ്പിടിക്കുന്ന ഒരപ്പൻ, മോതിരം കൊടുക്കുന്ന ഒരപ്പൻ, ചെരുപ്പിടിക്കുന്ന ഒരപ്പൻ. ഇതാ സ്നേഹം. എല്ലാം ഉള്ളപ്പോൾ, നല്ലതുള്ളപ്പോൾ, ബുദ്ധിയുള്ളപ്പോൾ, ബോധമുള്ളപ്പോൾ സ്നേഹിക്കുന്നു, നമ്മൾ പൊക്കിപ്പിടിക്കുന്നു, ജോലി കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. അതിലല്ല അർത്ഥം പ്രിയപ്പെട്ടവർ. അത് വേണ്ട എന്നല്ല, വേണം. അതോടൊപ്പം കുറവുള്ളതിനെയും ഈ കെട്ടിപ്പിടിക്കാനും, പാപത്തിൽ പോകുമ്പോൾ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാനും, താലോലിച്ച് തിരിച്ചു കൊണ്ടുവരാനുമുള്ള കരുതലും ആത്മീയതയും ഇതിനകത്തേക്കാണ് നമ്മളെ വിളിക്കുന്നത്. രണ്ട് തരത്തിൽ കുടുംബത്തിൽ നഷ്ടപ്പെടാം. കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ ചേരാത്ത മക്കൾ, അല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിക്കാത്ത മക്കൾ. ഒന്ന്, കുടുംബത്തിന് പുറത്ത്, ആലയ്ക്ക് പുറത്ത് നഷ്ടപ്പെടുന്നു. ധൂർത്തപുത്രൻ്റെ ഉമ്മവയിൽ അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആലയ്ക്ക് പുറത്ത് നഷ്ടപ്പെടുന്നു, വീടിനകത്ത് നഷ്ടപ്പെടുന്നു, ആലയ്ക്ക് വീടിനകത്തും പുറത്തും നഷ്ടപ്പെടുന്നു. 3 ഉപമകൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അവസാന ഉപമയിൽ വരുമ്പോൾ വീടിനകത്ത് നഷ്ടപ്പെട്ട, അതോടൊപ്പം പുറത്ത് നഷ്ടപ്പെട്ടു. 2 മക്കളും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. മൂത്ത മകന് ആ സ്നേഹം, കുടുംബത്തിൻ്റെ സ്നേഹം, അപ്പൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയില്ല. കൂട്ടത്തിലായിരുന്നു, അധ്വാനത്തിൽ എല്ലാത്തിലും ഉണ്ടായിരുന്നു, പക്ഷെ അത് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ പറയണു, ഞാനൊരു ദാസനെ പോലെ വേല ചെയ്യുന്നു, ദൈവം തിരിച്ചു വന്നപ്പോൾ നീ പുത്രനെ പോലെ ആക്കി. പരിഭവത്തിൻ്റെ പല മക്കളും അപ്പന് കഞ്ഞി കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ മക്കൾക്ക് കഞ്ഞി കൊടുക്കുന്നതിൽ പരാതിയും പരിഭവവും കണക്കും കൊടുക്കുന്നു. പകരം തേടിപ്പോക്കും സ്നേഹം കൊടുക്കില്ല. ഇവിടെ ഒട്ടേറെ കുടുംബങ്ങളുണ്ടെന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, അനുഭവ തലത്തിലേക്ക് വരുമ്പോൾ, ഒരുപാട് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ പടുത്തുയർത്തുന്നതിന് പകരം തച്ചുടയ്ക്കുന്ന ജീവിതങ്ങൾ. അപൂർവം ചില കുടുംബങ്ങളുണ്ട് ദൈവത്തിൻ്റെ സ്വപ്നത്തെ പടുത്തുയർത്തുന്നത്. ഏത് സഹനത്തിലും, ഏത് വേദനയിലും, ഏതില്ലായ്മയിലും, ഏത് കുറവിലും മക്കളെയും ജീവിത പങ്കാളിയും ചേർത്ത് വെച്ച് ജീവൻ കൊടുക്കുന്ന ചില അമ്മമാർ, ജീവൻ കൊടുക്കുന്ന ചില അപ്പന്മാർ. ഇതാണ് ദൈവ സ്വപ്നം കാണുന്ന കുടുംബം, കൂട്ടുകൂടുന്ന ഒരു കുടുംബം. ഈശോ എന്നും കുടുംബത്തുണ്ട്, തിരുക്കുടുംബം എന്നും നമ്മുടെ കുടുംബത്തുണ്ട്. അവരോട് നമ്മുടെ കുടുംബം കൂട്ടിച്ചേരുമ്പോൾ, അപ്പൻ കൂട്ടിച്ചേരുമ്പോൾ, അമ്മ കൂട്ടിച്ചേരുമ്പോൾ, മക്കൾ കൂട്ടിച്ചേരുമ്പോൾ, ആ കുടുംബം വലിയൊരു കൂട്ടായ്മത്തിൽ, ആ കുടുംബത്തെ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് എടുത്തു വയ്ക്കുക. പിതാവിലേക്ക്, പുത്രനിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക്, ത്രിത്വത്തിലേക്ക് ചേരുക, ഉൾച്ചേരുക. അപ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് വരിക. സ്വർഗത്തിൻ്റെ സന്തോഷം ഭൂമിയിലെ വീട്ടിലെ ഓരോ കുടുംബത്തിലും ദൈവം കൂട്ടുകൂടുന്ന കുടുംബങ്ങളായി മാറുന്നു, വിശുദ്ധ സ്നേഹത്തിൻ്റെ വേദിയായി മാറുന്നു, വിശ്വസിക്കാവുന്ന സ്നേഹത്തിൻ്റെ വേദിയായി മാറുന്നു. പടുത്തുയർത്തുന്ന മക്കൾ, മാതാപിതാക്കൾ പടുത്തുയർത്തുന്ന സ്നേഹമായി മാറുന്നു. ഉന്നതത്തിലേക്ക് എത്തിക്കുന്ന സ്നേഹം, സൗഖ്യം കൊടുക്കുന്ന സ്നേഹം, സമാധാനം കൊടുക്കുന്ന സ്നേഹം. ഇതാണ് കൂട്ടായ്മയുടെ പ്രത്യേകത. അപ്പോൾ ദൂർത്തരായ മക്കളെ പോലും നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൂട്ടായ്മയിലായിരിക്കുന്ന, ദൈവത്തിലായിരിക്കുന്ന, സ്നേഹത്തിലായിരിക്കുന്ന ഒരു ദമ്പതികൾക്ക്, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കഴിയും. സ്നേഹം കുടുംബത്തിൽ വിശാലമാകുമ്പോൾ അത് ലോകത്തിൽ വിശാലമാകും. സ്നേഹം ധൂർത്തടിച്ചതാ ധൂർത്തപുത്രൻ്റെ മുമ്പിൽ പിതാവ്. മകനെല്ലാം സമ്പത്ത് ധൂർത്തടിച്ചപ്പോൾ അപ്പോൾ സ്നേഹം ധൂർത്തടിക്കുക, പകരം റിപ്പറേഷൻ. മക്കൾ ചെയ്യുന്ന, മാതാപിതാക്കൾ ചെയ്യുന്ന പാപത്തിന്, തിന്മകൾക്ക്, കൂട്ടായ്മ നഷ്ടപ്പെടുന്ന തിന്മയുടെ വേദികൾക്ക് മക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ പകരം സ്നേഹിക്കുക, പകരം പരിഹാരം ചെയ്യുക. അങ്ങനെ ദൈവത്തിൻ്റെ സ്വപ്നത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം. ആയിത്തീരേണ്ട പ്രക്രിയയിലേക്കാകുക. ദൈവത്തോളം, സ്വർഗത്തോളം ഓരോ കുടുംബങ്ങളെത്താനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അനുദപിക്കുന്ന,
ആ എത്താത്തതിനെക്കുറിച്ച്, എത്താൻ കഴിയാത്തതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ എത്തിക്കുന്നത് നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് അനുതാപത്തിൻ്റെ ഒരു കൃപ കുടുംബങ്ങൾക്കില്ല. നഷ്ടപ്പെടുമ്പോഴും അനുതാപമില്ല, അതിനെക്കുറിച്ച് വേദനയില്ല. ഇവിടെ പറയ ലൂക്കായുടെ സുവിശേഷം 15:10 അനുതപിക്കുന്നൊരു പാപിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നൊരു പാപിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടും, ദൂതന്മാർ സന്തോഷിക്കും, ദൈവം സന്തോഷിക്കും. നീതിമാൻ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പിഴയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ തിന്മകളും കുറവുകളും വേദനകളും സഹനങ്ങളും ഉണ്ട്. ഇത് സ്വാഭാവിക. പക്ഷേ ദൈവം ആയിത്തീരൻ്റെ ഒരു പ്രക്രിയയിലേക്ക് കുടുംബത്തെ ആക്കിയിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ ദൈവമുണ്ടെങ്കിൽ ആ കുടുംബം സ്വർഗമാകും. പ്രാർത്ഥനയുടെ, പരിത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാത്തിരിക്കലിൻ്റെ, കരുതലിൻ്റെ, സ്നേഹം പകരുന്നതിൻ്റെ, സ്നേഹം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ എല്ലാം ഒരു വേദിയായി എല്ലാ കുടുംബങ്ങളും മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കുടുംബങ്ങളിലേക്കും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയുടെ ശക്തിയും ചൈതന്യവും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.